അപ്പം നമുക്കിന്ന് കളഭം തൊഴാൻ അമ്പലത്തിൽ പോകാൻ റെഡിയാകാം. ഓക്കെ, അങ്ങനെ കളഭം തൊഴാൻ അമ്പലത്തിൽ പോകല്ലേ. അപ്പം ഞാനൊട്ട് സാരിയൊക്കെ ഉടുത്തിട്ട് പോകാമെന്ന്. സെറ്റ് സാരിയാണ് ഞാൻ എല്ലാപ്പോഴും ഉടുത്ത കണക്ക് ശരിയാത്ത കണക്ക് എനിക്ക് തോന്നി. കാരണം ഞാൻ സാധാരണ ഇങ്ങനെ പ്ലേറ്റൊന്നും ഇട്ടല്ല ഉടുക്കണം, ഇങ്ങനെ അഴിച്ചിട്ടാണ് ഉടുക്കണം. അപ്പോൾ പ്ലേറ്റൊക്കെ ഉടുത്തപ്പോൾ എനിക്ക് അതിൻ്റെതായ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്, എന്തോ ഇങ്ങനെ വെച്ച് വില വെച്ചിരിക്കണ കണക്ക് ഫീലൊക്കെ വന്നു. പിന്നെ എന്നാലും ഉടുത്തല്ലേ, പിന്നെ അങ്ങനെ പോകാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ വളയൊക്കെ ഇട്ടു. ഈ വളയുടെ കുറേ കളക്ഷൻ എനിക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കുപ്പിവളയൊക്കെ ട്രെൻഡായിട്ട് ഇരിക്കുകയുള്ളൂ. പക്ഷേ ഇത് കുപ്പിവളയല്ല, എന്നാലും കുറേ കളക്ഷനുണ്ട്. പിന്നെ സൺക്രീമൊക്കെ ഇട്ടു. സൺക്രീം മസ്റ്റാണല്ലോ. രാവിലെ അമ്പലത്തിൽ പോയാൽ അതിൻ്റെ ചന്ദനമൊക്കെ എൻ്റെ നെറ്റിയിൽ കിടപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അതൊക്കെ തൂത്ത് കളഞ്ഞു. പിന്നെ ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്തു. സാധാരണ ഞാൻ ഈ ഐബ്രോ അങ്ങനെ എഴുതാറില്ല, കാരണം അത്യാവശ്യം നല്ല കട്ടിയുള്ള പുരുകമാണ് എനിക്ക്. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചുമ്മാ ഞാനത് ഇങ്ങനെ വെച്ചിട്ടൊക്കെ എനിക്ക് എഴുതി. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു. ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കാനൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. പിന്നെ എൻ്റെ രീതിയിൽ ഞാൻ എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കണ്ണൊക്കെ എഴുതിയിട്ട് കുറേ നാളായി. ഇപ്പം ഞാനിങ്ങനെ എന്താണെന്നറിയില്ല, കണ്ണ് അങ്ങനെ എഴുതാറില്ല. സാധാരണ പണ്ടൊക്കെ ഞാൻ എപ്പോഴും കണ്ണ് എഴുതുമായിരുന്നു. എനിക്ക് കണ്ണ് എഴുതുന്ന മസ്റ്റായിരുന്നു. ഇത് കുഞ്ഞാവയുടെ കൺമഷിയാണ്, എരിയില്ല എന്നവൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനിങ്ങനെ പേടിച്ചിട്ടൊക്കെ എഴുതുന്നത്, കണ്ണ് എരിയോ എന്നൊക്കെ വെച്ചിട്ട്. കൺമഷിന്ന് വെച്ചിട്ട് ചെയ്യിപ്പിച്ചെടുത്ത കൺമഷിയാണ്, ഉണ്ടാക്കിയെടുത്ത്. അതുകൊണ്ട് തന്നെ നന്നായിട്ടിങ്ങനെ പടരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുടിയൊക്കെ കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ പോകുമ്പോൾ മുടി അയച്ചിട്ട് കയറില്ലല്ലോ അമ്പലത്തിനകത്ത്. പക്ഷേ എനിക്കാണെങ്കിൽ സാരി ഉടുത്തിട്ട് എങ്ങനെയും മുടി കെട്ടണമെന്നും അറിയില്ല. പിന്നെ അയച്ചിടുന്ന രീതിയിലാണ് മുടിയാണെങ്കിൽ കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാണ്. പിന്നെ ഞാൻ ക്ലിപ്പൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ ഒരു ജിമിക്കി കമ്മലൊക്കെ ഇട്ടു. സെറ്റ് സാരിയൊക്കെ ഉടുക്കുമ്പോൾ ജിമിക്കിയൊക്കെ എടുക്കുമ്പോൾ ഒരു ഐശ്വര്യമാണല്ലോ, അതല്ലേ എൻ്റെതായ രീതി. പിന്നെ കുഞ്ഞാവേനെ റെഡിയാക്കാനുള്ള പരിപാടികളാണ്. കുഞ്ഞാവയെ പെട്ടെന്ന് റെഡിയാക്കി തലയിലൊരു തുമ്പിയൊക്കെ വെച്ചിട്ട് അവളത് പിച്ച് കളയാണ്. പിന്നെ മറന്നു പോയാൽ പിന്നെ കുഴപ്പമില്ല, അറിയില്ല. മറന്നു പോകുന്ന ഒരു പിച്ചലാണ് പുള്ളിക്കാരുടെ മെയിൻ പരിപാടി. അങ്ങനെ ഞാനും വാവയും കൂടെ ഒരുങ്ങിയിട്ട് വാവയുടെ അമ്മ റെഡിയായി വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാതിക്കൽ തന്നെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ ഞങ്ങൾ 2 വീലറിലാണ് അമ്പലത്തിൽ വന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് പോകാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അമ്പലത്തിലാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പോരാത്തതിന് 11-ാം കളഭവും. എൻ്റെ 1 വർഷത്തെ കാത്തിരിപ്പാണ്. കഴിഞ്ഞ വർഷം കളഭത്തിന് വരാൻ പറ്റിയില്ല, കാരണം എന്ന് വെച്ചാൽ കുഞ്ഞാവയുടെ അമ്മയുടെ ഡെലിവറിയും കാര്യങ്ങളായതുകൊണ്ട് അമ്പലത്തിൽ എനിക്ക് കയറാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കളഭം നന്നായിട്ട് മിസ്സായി. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇങ്ങനെ കാത്തിരുന്ന് അതെനിക്ക് ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റാത്തത് കൊണ്ട് ഈ പ്രാവശ്യം ഇങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ വന്നതാണ്. അവിടെ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് നമുക്ക് വരവ് നടക്കില്ല. ഇങ്ങനെ കൊടിയേറി നിൽക്കുമ്പോൾ ഇങ്ങനെ വേറെ വന്ന് കിടന്നുറങ്ങരുതെന്നൊക്കെ പറയുന്നത്, അതുകൊണ്ട് വീട്ടിൽ വരവ് നടക്കാതെ ഇരിക്കുമായിരുന്നു. പിന്നെ ഈ മഞ്ചാടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേർച്ച ഇട്ടിട്ട് 3 വട്ടം ഇങ്ങനെ വാരി എറിയുക, അതൊരു നേർച്ചയാണ്. പിന്നെ ഞങ്ങൾ ചെയ്തു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഞ്ഞാവയെ കൊണ്ടും ചെയ്യിപ്പിക്കണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും മായയും തിരിഞ്ഞും കുഞ്ഞാവയും കൊണ്ട് ചെയ്യിപ്പിച്ചു. അവൾക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്ന് വെച്ചിട്ട് വാരി കളിക്കാമല്ലോ. അപ്പം ഞങ്ങൾ കാണാതെ തട്ടിക്കളഞ്ഞ് കയ്യിൽ നിന്ന് എടുത്തിട്ടെങ്കിലും അവൾ നൈസായിട്ട് ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് കയ്യോടെ പിടിച്ചു. സംഭവം കുഞ്ഞതല്ലേ, വായു വെള്ളം ഇട്ടാൽ പേടിയാവുക. അങ്ങനെ പിന്നെ ഞങ്ങൾ ത്രിമധുരമൊക്കെ വാങ്ങിച്ചു. അമ്പലത്തിൽ പാൽപ്പായസത്തോളവും പ്രാധാന്യമുള്ളതാണ് ത്രിമധുരം. വെണ്ണയും കൽക്കണ്ടവും പഴവും നെയ്യും എല്ലാം കൂടെ വെച്ചിട്ടൊരു മിക്സ് ചെയ്തിട്ട് നല്ല രസം അത് കഴിക്കാൻ. നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കണം. പിന്നെ ഞങ്ങൾ കളത്തട്ടിൽ വന്നിരുന്നു. അവിടെ മിഴാവ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കമ്പിയുണ്ട്, അതിൽ വെച്ചിട്ട് വാവ പയ്യനേ നടക്കും. വാവ ഇപ്പോൾ പിടിച്ചിട്ടൊക്കെ നന്നായിട്ട് ഇങ്ങനെ നടക്കും ഇങ്ങനെ. അപ്പോൾ അവൾക്ക് അവിടെ ഭയങ്കര സന്തോഷം. അവിടെ കുറേ കുഞ്ഞു പിള്ളേർ ഓടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് കളിക്കാനെന്നൊക്കെ വെച്ചിട്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. അവർ പിന്നെ പിള്ളേർ ഇവളെ കണ്ടിട്ട് വന്നു. അവിടെ ഇരുന്നവരെല്ലാം വാവയെ കളിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള ഇത്രയുമുള്ള പിള്ളേരെയാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം. അവരുമായിട്ടൊക്കെ കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് പോയിട്ട് ഒരു വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് കയറിയപ്പോൾ അവിടെ നല്ല തിരക്ക്. പിന്നെ ഞങ്ങൾ ഇന്ന് മന്തി പാഴ്സൽ മേടിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ. അങ്ങനെ മന്തി വാങ്ങിക്കാൻ വേണ്ടി ഷോപ്പിൽ കയറി. അവിടെ പോസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ മുട്ട പപ്സൊക്കെ കഴിച്ചിട്ട് മന്തി വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.